നമസ്കാരം, നമ്മുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് എ ലോ ആൻഡ് ഇറ്റ് ഹാസ് മോർ ചാൻസസ് ഓഫ് വർക്കിംഗ് ബിക്കോസ്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്തിനു ഹെൽപ്പ് ചെയ്യും നമ്മളെ? ഇറ്റ് എംപവേഴ്സ് പീപ്പിൾ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഗവൺമെന്റ്. ഗവൺമെന്റിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എൻഫോഴ്സ് ചെയ്യുന്ന ഏത് വർഷമാണ്? 2005 ഒക്ടോബർ 12-നാണ്. എന്ത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എൻഫോഴ്സ് ചെയ്യുന്ന ഏത് വർഷം? 2005 ഒക്ടോബർ 12-ന്. ഓക്കെ, അപ്പൊ ഇത് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? ഇറ്റ് എംപവേഴ്സ് പീപ്പിൾ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഗവൺമെന്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which of the following state is Sarayu River is located? Sarayu River ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡിലാണ് സരയൂ റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. സരയൂ റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സരയൂ റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സരയൂ റിവർ, ഓക്കെ, ഈ സരയൂ റിവറുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അയോധ്യ സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അയോധ്യ സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നതും സരയൂ റിവറിന് അടുത്താണ്. എവിടെയാണ്? സരയൂ റിവറിന് അടുത്താണ് അയോധ്യ സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നതും. ഇത് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സരയൂ റിവർ ഈസ് ലൊക്കേറ്റഡ് എവിടെ? ഏത് സ്റ്റേറ്റ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ക്രോപ്സ് ഗ്രോൺ ഇൻ ഓൾട്ടർനേറ്റ് റോസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓൾട്ടർനേറ്റ് റോസിലായിട്ട് പലതരം ക്രോപ്പുകൾ വളർത്തുന്നു. അതിനെന്താണ് പറയുന്നത്? ഇന്റർ ക്രോപ്പിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്റർ ക്രോപ്പിംഗ്. എന്താ പറയുന്നത്? ഇന്റർ ക്രോപ്പിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പേജിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് പറഞ്ഞ കാര്യം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. കാരണം എന്താണെന്ന് അറിയാലോ. ദെൻ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 2005 ഒക്ടോബർ 12-നാണ്. ഓക്കെ, ദെൻ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് സരയൂ റിവർ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? സരയൂ റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ദെൻ അടുത്തത് ഡിഫറെന്റ് ക്രോപ്സ് ഗ്രോൺ ഇൻ ഓൾട്ടർനേറ്റ് റോസ്. ഓൾട്ടർനേറ്റ് റോസിലായിട്ട് പലതരം ക്രോപ്പുകൾ വളരുന്നു. അതിനെ എന്ത് പറയുന്നു? ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What was the rank of India in the final medals tally of Commonwealth Games 2018? 18-ൽ എന്തായാലും ഇനി ചോദിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ കഴിഞ്ഞല്ലോ 2022-ൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മുടെ റാങ്ക് എത്രയാണ്? നമ്മുടെ റാങ്ക് 4th ആണ്. ഇല്ലേ? നമ്മുടെ റാങ്ക് എത്രയാണ്? നമ്മുടെ റാങ്ക് 4th ആണ്. ടോട്ടൽ നമുക്ക് എത്ര മെഡൽ കിട്ടി? 61 മെഡൽ കിട്ടി കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസിൽ ടോട്ടൽ നമുക്ക് എത്ര മെഡൽ കിട്ടി? 61 മെഡൽ കിട്ടി. ഇതിൽ ഗോൾഡ് മെഡൽ എത്രയായിരുന്നു? ഗോൾഡ് മെഡൽ 22 ആയിരുന്നു. അപ്പം ഗോൾഡ് മെഡൽ കിട്ടിയ പേഴ്സൺസിനെ എല്ലാം പഠിക്കണം. ഓക്കെ, ഗോൾഡ് മെഡൽ കിട്ടിയ എല്ലാ പേഴ്സൺസിനെയും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയത് ആരായിരുന്നു? ഫസ്റ്റ് പൊസിഷനിൽ ഓസ്ട്രേലിയ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് പൊസിഷനിൽ എത്തിയത് ആരാ? ഓസ്ട്രേലിയ ആയിരുന്നു. ടോട്ടൽ എത്ര മെഡല്? 178 മെഡല്. 178 മെഡലാണ് ഓസ്ട്രേലിയ നേടിയത്. മനസ്സിലായോ? ഇപ്പൊ എന്തായാലും ചോദിക്കും, ഏതെങ്കിലും ഷിഫ്റ്റിൽ കോമൺവെൽത്ത് ഗെയിംസ് ചോദിക്കും കേട്ടോ. അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സ്, ഇക്കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് നന്നായിട്ട് നോക്കുക കേട്ടോ. ഒളിമ്പിക്സിന്റെ പാർട്ടിൽ നിന്ന് ടോക്കിയോ ഒളിമ്പിക്സ് നന്നായിട്ട് നോക്കുക. കോമൺവെൽത്ത് ഗെയിംസ് നന്നായിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാൻഡ് സ്ലാംസ് എല്ലാം നോക്കിയിട്ട് പോവാ കേട്ടോ. എല്ലാ ഗ്രാൻഡ് സ്ലാംസും നോക്കുക. ഇതൊക്കെ ഒരു സ്ഥിരം ടാർഗറ്റ് ആണ്. SSC-ക്കാര് TCS ചോദിക്കുന്ന സ്ഥിരം പാറ്റേണിൽ വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. ഗ്രാൻഡ് സ്ലാം, ടോക്കിയോ ഒളിമ്പിക്സ്, അതുപോലെ തന്നെ എന്താ, അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഈ CA-യുടെ പോർഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഈ സ്പോർട്സിന്റെ ഭാഗത്തു നിന്നായിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ സ്പോർട്സിന്റെ പോർഷനിൽ നിന്ന്. അതുപോലെ തന്നെ സ്കീംസ് നന്നായിട്ട് പഠിക്കുക. ഓരോരോ സ്കീംസ് ഉണ്ടല്ലോ, സ്കീംസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സ്കീംസ് പഠിക്കുക. സ്പോർട്സിന്റെ പോർഷൻ കുറച്ചുകൂടി എന്താ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസാ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ബല്ലഭ്ഗഡ് ബിക്കം ആൻ ഇമ്പോർട്ടന്റ് ട്രേഡിംഗ് സെന്റർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജാട്ട് റൂളർ. അപ്പം ഇമ്പോർട്ടന്റ് ട്രേഡിംഗ് സെന്റർ ആയിട്ട് മാറി എന്ത്? ബല്ലഭ്ഗഡ് അല്ലെ? ഇത് ഏത് റൂളറിന്റെ, ഏത് ജാട്ട് റൂളറിന്റെ ലീഡർഷിപ്പിലാ? സൂരജ് മാൾ. ആരാണ്? സൂരജ് മാൾ. എന്താ? ബല്ലഭ്ഗഡ് ബിക്കം ആൻ
important trading center under the leadership of the Jat ruler Suraj Mal. Okay ആണോ? Then അടുത്ത question, which of the following is not an abiotic component of an ecosystem? എക്കോസിസ്റ്റത്തില് അബയോട്ടിക് കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? ലിവിങ് ഓർഗാനിസം ആണ്. ലിവിങ് ഓർഗാനിസം എന്തല്ല? അബയോട്ടിക് കമ്പോണന്റ് അല്ല. എന്ത്? ലിവിങ് ഓർഗാനിസം. അപ്പം അബയോട്ടിക് കമ്പോണന്റ്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? അബയോട്ടിക് കമ്പോണന്റ്സ് എക്സാമ്പിൾ ഏതൊക്കെ പറയാൻ പറ്റും? സൺലൈറ്റ് പറയാൻ പറ്റും, ദെൻ മിനറൽസ് പറയാം, ഓക്സിജൻ, മോയ്സ്ചർ, ഇതൊക്കെയാണ് എന്ത്? അബയോട്ടിക് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാലോ, ലിവിങ് ഓർഗാനിസം എന്താണ്? ബയോട്ടിക് ആണ്. ഓക്കെ, ദെൻ അപ്പം ഈ പേജിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. എത്ര ആയിരുന്നു? ഇന്ത്യയുടെ റാങ്ക് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ റാങ്ക് 4th പൊസിഷനില്. 2018 എത്രാം സ്ഥാനമായിരുന്നു? 3ാം സ്ഥാനമായിരുന്നു. 2022 4ാം സ്ഥാനം. ഓക്കെ ആണോ? Then അടുത്തത്, ബല്ലഭ്ഗഡ് become an important trading center under the leadership of the Jat ruler. അപ്പം ആരുടെ ലീഡർഷിപ്പിലാണ് ബല്ലഭ്ഗഡ് എന്തായിട്ട് മാറുന്നത്? ഒരു ഇമ്പോർട്ടന്റ് ട്രേഡിംഗ് സെന്റർ ആയിട്ട് മാറുന്നത്. ആരുടെ നേതൃത്വത്തില? സൂരജ് മോളിന്റെ നേതൃത്വത്തിൽ. ഓക്കെ, ഇതിന് അടുത്തത്, which of the following is not an abiotic component of the ecosystem? എക്കോസിസ്റ്റത്തിൽ ഒരു അബയോട്ടിക് കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? അത് ലിവിങ് ഓർഗാനിസം. ഓക്കെ ആണോ? നെക്സ്റ്റ് പേജിലേക്ക് പോവാം. Which of the following countries was paper invented approximately 900 years ago? അപ്പം ഏത് രാജ്യമാണ് എന്ത് ഇൻവെന്റ് ചെയ്തത്? പേപ്പർ ഇൻവെന്റ് ചെയ്തത്. പേപ്പർ ഇൻവെന്റ് ചെയ്തത് ഏത് രാജ്യമാണ്? ചൈനയാണ് എന്ത് ഇൻവെന്റ് ചെയ്തത്? പേപ്പർ ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, ചൈനയാണ് എന്ത് ഇൻവെന്റ് ചെയ്തത്? പേപ്പർ കണ്ടുപിടിച്ച രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ചൈനയാണ്. ദെൻ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആരാണ്, ഏത് റൂളർ ആണ്, മീൻസ് ആളുടെ പേര് ചോദിച്ചു. പേപ്പർ കണ്ടുപിടിച്ച ആളുടെ പേര് ആരായിരുന്നു? കൈലുൻ. ഓക്കെ, ആരാ? കൈലുൻ. ഇയാള് ഏത് ഡൈനാസ്റ്റി ആണെന്ന് ചോദിച്ചാൽ ഹാൻ ഡൈനാസ്റ്റി ആണ് കേട്ടോ. ഏത് ഡൈനാസ്റ്റിയോട് ജസ്റ്റ് ഓർത്തിരുന്നേക്കുക. ഏത് ഡൈനാസ്റ്റിയാണ്? ഹാൻ ഡൈനാസ്റ്റി ആണ്. അപ്പൊ പേപ്പർ കണ്ടുപിടിച്ച രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ചൈനയാണ്. ഇനി ആളുടെ പേര് ചോദിച്ചാൽ ആരാണ്? കൈലുൻ. ആളുടെ പേര് പഠിച്ചു വെക്കണേ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് ഡൈനാസ്റ്റി ആണെന്ന് വെച്ചാലോ ഹാൻ ഡൈനാസ്റ്റി. മനസ്സിലായോ? ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In which of the following places is the vulture conservation and breeding center? ഓക്കെ, അപ്പം വൾച്ചർ കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, എവിടെയാണ്? ഓപ്ഷനിൽ ഉണ്ടായിരുന്ന കറക്റ്റ് ആൻസർ പിഞ്ചോർ, ഹരിയാന. എവിടെയാണ്? പിഞ്ചോർ, ഹരിയാന. അപ്പൊ ടോട്ടൽ എത്ര വൾച്ചർ കൺസർവേഷൻ ബ്രീഡിംഗ് സെന്റർ ഉണ്ടെന്ന് അറിയോ ഇന്ത്യയില്? ടോട്ടൽ 4 എണ്ണം ഉണ്ട് കേട്ടോ. ടോട്ടൽ 4 വൾച്ചർ കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് മധ്യപ്രദേശ് ഭോപ്പാൽ ഉണ്ട്, ആസാം ഗുവാഹത്തി, പിഞ്ചോർ ഹരിയാന. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട്, അറിയോ ഏതാണ്? ഏതൊക്കെ പറഞ്ഞേ? മധ്യപ്രദേശ് ഭോപ്പാല്, ആസാം ഗുവാഹത്തി, പിഞ്ചോർ ഹരിയാന. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ഏതാ? തെലങ്കാനയിൽ എവിടെയാ? ഹൈദരാബാദ്. അപ്പൊ ടോട്ടല് 4 വൾച്ചർ കൺസർവേഷൻ ബ്രീഡിംഗ് സെന്റർ ഉണ്ട് ഇന്ത്യയില്. ഓക്കെ, എവിടേക്കാ? ഒന്ന് മധ്യപ്രദേശ് ഭോപ്പാലില്, ഒന്ന് ആസാം ഗുവാഹത്തി, ഒന്ന് പിഞ്ചോർ ഹരിയാന, ഒന്ന് എവിടെയാ? തെലങ്കാനയിലെ ഹൈദരാബാദില്. ഓക്കെ ആണോ? ഇതിന് അടുത്തത്, വേർ ഇസ് ദ ആക്റ്റീവ് വോൾക്കാനോ ഫൗണ്ട് ഇൻ ഇന്ത്യ? അപ്പം ഇന്ത്യയില് ആക്റ്റീവ് വോൾക്കാനോ കാണപ്പെടുന്നത് എവിടെയാണ്? ആക്റ്റീവ് വോൾക്കാനോ എവിടെയാണ്? നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് എന്ത് കാണപ്പെടുന്നത്? ആക്റ്റീവ്. ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഏതാണ് ആ വോൾക്കാനോ? ബാരൻ. എവിടെയാണ്? ബാരൻ ഐലൻഡില്. എവിടെയാണ്? ബാരൻ ഐലൻഡ്. ഓക്കെ, അപ്പം ആക്റ്റീവ് വോൾക്കാനോ ഫൗണ്ട് ഇൻ ഇന്ത്യ ഏതാണ്? എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറില്. ഏത് ഐലൻഡില്? ബാരൻ ഐലൻഡില്. ഓക്കെ ആണോ? നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് പേപ്പർ ഇൻവെന്റഡ്? പേപ്പർ ഇൻവെന്റ് ചെയ്തത് ചൈനക്കാരാണ്. ചൈനയിൽ ആരാണെന്ന് ചോദിച്ചാലോ? കൈലുൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൾച്ചർ കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ ടോട്ടൽ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. പിഞ്ചോർ ഹരിയാന, ആസാം ഗുവാഹത്തി, മധ്യപ്രദേശ് ഭോപ്പാൽ, തെലങ്കാന ഹൈദരാബാദ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Where is the active volcano found in India? ഇന്ത്യയിൽ എവിടെയാണ് ആക്റ്റീവ് വോൾക്കാനോ കാണപ്പെടുന്നത്? അത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is a non-justiciable in nature in Indian Constitution? അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് നോൺ ജസ്റ്റിസിയബിൾ നേച്ചർ ഉള്ളത് എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇൻ വിച്ച് സ്റ്റേറ്റ് എ സ്പെഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ ഫോർ വുമൺ മിഷൻ ശക്തി ലോഞ്ച്ഡ് ഇൻ ഒക്ടോബർ 2020? ഓക്കെ, അപ്പൊ മിഷൻ ശക്തി ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ മിഷൻ ശക്തി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചോദിക്കാം. എ സ്പെഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ ഫോർ വുമൺ. വുമണിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ ആയിരുന്നു എന്ത്? മിഷൻ ശക്തി. ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ഇത് ലോഞ്ച് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലാണ് ലോഞ്ച് ചെയ്തത് കേട്ടോ. മിഷൻ ശക്തി ലോഞ്ച് ചെയ്തത് എവിടെയാണ്? ഉത്തർപ്രദേശില്. ഓക്കെ, മിഷൻ ശക്തി ലോഞ്ച് ചെയ്തത് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശില്. ഏത് വർഷമാണെന്ന് കൂടി ഓർക്കുക, 2020. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ല ക്വസ്റ്റ്യൻ ആണേ. Who was the Governor General of British India when the annexation of Punjab was carried out by Britishers? ബ്രിട്ടീഷേഴ്സ് പഞ്ചാബ് അനക്സേഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? അത് ലോർഡ് ഡെൽഹൌസി ആണ്. കേട്ടിട്ടുണ്ടോ പേര്? ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാ. ലോർഡ് ഡെൽഹൌസി ആയിരുന്നു. 1848 മുതൽ 1856 വരെ ആയിരുന്നു ആരുടെ ഡ്യൂറേഷൻ, കാലയളവ്? നമ്മുടെ ലോർഡ് ഡെൽഹൌസിയുടെ ഡ്യൂറേഷൻ. ഓക്കെ, ഒരു കാര്യം കൂടി ഓർക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കും. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് ലോർഡ് ഡെൽഹൌസി ആണ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് ഡെൽഹൌസി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സിലൂടെ ആദ്യം പിടിച്ചെടുക്കിയ പ്രദേശം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? അത് സത്താരയാണ്. ഏതാണ്? സത്താര. അപ്പൊ ഫസ്റ്റ് ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? ഏത് ഗവർണർ ജനറൽ, ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് പഞ്ചാബ് അനക്സേഷൻ നടത്തുന്നത്? ആരാണെന്ന് പറഞ്ഞു നമ്മള്? ലോർഡ് ഡെൽഹൌസി ആണ്. അപ്പം ലോർഡ് ഡെൽഹൌസിയെ റിലേറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നു. ആര്? ലോർഡ് ഡെൽഹൌസി. DD ഒരേ ലെറ്റർ അല്ലേ, അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്ന ആരാണ്? ലോർഡ് ഡെൽഹൌസി. ഇത് പറഞ്ഞപ്പോഴാണ് വേറെ രണ്ട് കാര്യം ഞാൻ ഓർത്തത്. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് ആരാ? പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് കോൺവാലിസും. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ആരാ കൊണ്ടുവന്നത്? കോൺവാലിസും. അതുപോലെ തന്നെ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ആരാ? ലോർഡ് വെല്ലസ്ലി. സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലിയും പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് ആരാ? കോൺവാലിസ്. സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലി. ഓക്കെ ആണോ? പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കോൺവാലിസ്, സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി. അതുകൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണെങ്കിൽ ലോർഡ് ഡെൽഹൌസി. ഇത് മൂന്നും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എല്ലാ എക്സാംസിനും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, ഇനി വരുന്ന എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The Kelkar Committee 2015 is related the dash. അപ്പം 2015 ഈ കേൽക്കർ കമ്മിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? PPP മോഡൽ. PPP മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? PPP മോഡൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. PPP മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. PPP മോഡൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഓക്കെ, അപ്പം കേൽക്കർ കമ്മിറ്റി ഏത് മോഡലുമായിട്ട് റിലേറ്റ് ചെയ്തു? PPP മോഡൽ. ഏത് വർഷമാണ് കേൽക്കർ കമ്മിറ്റി? 2015 ഓക്കെ, അപ്പൊ കേൽക്കർ കമ്മിറ്റി 2015 ഏത് മോഡല്? PPP മോഡൽ. PPP മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. PPP മോഡലിന്റെ ഫുൾ ഫോമും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. According to the Public Affairs Index 2020, which among the following has been adjudged best governed union territory in the category of union territories? Okay, അപ്പൊ 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ അല്ലെ
എന്താണ് ബെസ്റ്റ് ഗവേൺഡ് യൂണിയൻ ടെറിട്ടറി ഏതാണ് ചണ്ഡീഗഡ്. ഓക്കെ, then next question, who among the following was adjudged as the most valuable player of the tournament at the Indian Premier League 2020. Okay, 2020 എന്തായാലും ഇനി ചോദിക്കാൻ സാധ്യതയില്ല. 2022 മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരായിരുന്നു? ജോസ് ബട്ട്ലർ. ആരായിരുന്നു? ജോസ് ബട്ട്ലർ. 2022 IPL മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരായിരുന്നു? ജോസ് ബട്ട്ലർ. ഓക്കെ, അതെന്തായാലും പഠിച്ചു വെക്കണേ. 2022 മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ ഇയർ ആരാണ്? ജോസ് ബട്ട്ലർ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, സ്പോർട്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ കൂടുതൽ പോർഷൻസിന് അവർ ടാർഗറ്റ് ചെയ്യുന്ന ഏതായിരുന്നു? സ്പോർട്സാ. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, സ്പോർട്സ് പഠിക്കുക, ഞാൻ പറഞ്ഞ പോലെ സ്കീംസ് പഠിക്കുക, ദെൻ അപ്പോയിന്റ്മെന്റ്സ് പഠിക്കുക. ഇതിനെല്ലാം സെപ്പറേറ്റ് ലിസ്റ്റ് ആക്കി പഠിക്കുന്നത് നല്ലത് കേട്ടോ. മന്ത്ലി കറണ്ട് അഫയേഴ്സ് വായിച്ച് പഠിക്കാതെ ഓരോരോ സെപ്പറേറ്റ് PDF ആക്കി മീൻസ് സെപ്പറേറ്റ് ലിസ്റ്റുകളാക്കി പഠിക്കുന്നത് നല്ലത്. ഈ 2022 അവാർഡ്സ് അങ്ങനെ ഒരു സെപ്പറേറ്റ് ഫോമിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. സ്കീം റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ തന്നെ എന്താ സ്പേസ് റിലേറ്റഡ് ഫാക്ട്സ്, ദെൻ അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ഫാക്ട്. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ മന്ത്ലി വൈസ് പഠിക്കുമ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് സെപ്പറേറ്റ് ആക്കി പഠിക്കുവാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Then അടുത്ത ക്വസ്റ്റ്യൻ, in which year did the first Bengali woman writer ആശാ പൂർണ ദേവി win the ജ്ഞാനപീഠ് അവാർഡ്? അപ്പം ആശാ പൂർണ ദേവി ആരാണ്? ഫസ്റ്റ് ബംഗാളി വുമൺ ആണ്. എന്ത് കിട്ടി? ജ്ഞാനപീഠ് അവാർഡ് കിട്ടി ഇല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. ഫസ്റ്റ് ബംഗാളി വുമൺ ആശാ പൂർണ ദേവി വിൻ ജ്ഞാനപീഠ് അവാർഡ്. ഏത് ഇയറില്? 1976. 1976 ആശാ പൂർണ ദേവിക്ക് എന്ത് കിട്ടി? ജ്ഞാനപീഠ് അവാർഡ് കിട്ടി. എന്താ പ്രത്യേകത? ഫസ്റ്റ് ബംഗാളി വുമൺ, ഫസ്റ്റ് ബംഗാളി വുമൺ റൈറ്റർ ആശാ പൂർണ ദേവി വിൻ ജ്ഞാനപീഠ് അവാർഡ്. ഏത് വർഷം? 1976. ഓക്കെ, ആശാ പൂർണ ദേവി ഫസ്റ്റ് ബംഗാളി വുമൺ റിസീവ് ജ്ഞാനപീഠ് അവാർഡ്. ഏതിനാ? ഏത് ലിറ്ററേച്ചറിനാ അറിയോ? പ്രഥം പ്രതിശ്രുതി. പ്രഥം പ്രതിശ്രുതി. ഓക്കെ, പ്രഥം പ്രതിശ്രുതി. ഏത് വർഷം? 1976. ആര്? ആശാ പൂർണ ദേവി. എന്ത്? ബംഗാളി വുമൺ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് പ്രൈവറ്റ് ബാങ്ക് launched a remote payment service named SMS Pay for merchants on 26 November 2020? അപ്പം SMS Pay എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് സർവീസ് ലോഞ്ച് ചെയ്തു. അത് ഏത് ബാങ്ക് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലുള്ള കാര്യം കൂടി അങ്ങ് പഠിച്ചു വെക്കുക. ഈ SMS Pay ആർക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്താണ്? മെർച്ചന്റ്സിന് വേണ്ടി ലോഞ്ച് ചെയ്തതാണ്. അപ്പൊ മെർച്ചന്റ്സിന് വേണ്ടി ലോഞ്ച് ചെയ്ത SMS Pay ഏത് ബാങ്ക്? നമ്മുടെ യെസ് ബാങ്ക്. ഓക്കെ, യെസ് ബാങ്കിനെ വെച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് യെസ് ബാങ്ക് ഏത് വർഷമാണ് ഫോം ചെയ്യുന്നത്? 2004 എന്ത് ഫോം ചെയ്യുന്നത്? യെസ് ബാങ്ക് ഫോം ചെയ്യുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? യെസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, മഹാരാഷ്ട്ര. യെസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്രയിലാണ്. എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? യെസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, then next question, which of the following countries is the second largest cotton producer in the world? Okay, അപ്പം നമ്മുടെ വേൾഡില് സെക്കൻഡ് ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസർ ആരാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെ, റിപ്പീറ്റ് ചെയ്യാൻ ഇനിയും സാധ്യതയുണ്ട്. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസർ ആരാണ്? ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ ആർക്കാ? അത് ചോദിക്കാലോ. ആ കോട്ടൺ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് ചൈനയാണ് കേട്ടോ. കോട്ടൺ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് ചൈനയാണ്. സെക്കൻഡോ? സെക്കൻഡ് ഇന്ത്യ. Okay, the next question, who among the following was the recipient of the 29th വ്യാസ സമ്മാൻ? 29th ജസ്റ്റ് ഓർത്തിരിക്കുക. ഇപ്പൊ എത്രാമത്തെ ആയിരുന്നു? 31st ആയിരുന്നു. അപ്പൊ 31st വ്യാസ സമ്മാൻ അവാർഡ് ആർക്കാ കിട്ടിയേ? 31st വ്യാസ സമ്മാൻ ആർക്കാ കിട്ടിയേ? ഇത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. 31ാമത്തെ വ്യാസ സമ്മാൻ 2022 കിട്ടിയത് ആർക്കാണെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. ആൻസർ കമന്റ് ചെയ്യണേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. Saila dance form is performed in the state of?
അപ്പം അത് പറയുന്നതിന് മുമ്പേ നമ്മൾ ഈ എക്സാം ഷിഫ്റ്റ് അനാലിസിസ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ നമുക്കൊരു ഐഡിയ കിട്ടണം. GK പോർഷൻസ് ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിലാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ആ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് GKയിൽ നിന്ന് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? നമുക്ക് വെച്ചാൽ 25 ക്വസ്റ്റ്യൻസിൽ ഇപ്പം 20 ക്വസ്റ്റ്യൻസ് അല്ലേ ജിരിക്കുള്ളത്. ആ 20 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു 10 എബോ അല്ലെങ്കിൽ ഒരു 15 റേഞ്ച് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസും കൂടെ മനസ്സിലാക്കണം. ആ ഒരു പോർഷൻസിന്, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പോർഷൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, കാരണം അല്ലാതെ നമ്മളിപ്പം GK പഠിക്കണം, എന്തെല്ലാം പഠിക്കണം? ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഹിസ്റ്ററി, ബയോളജി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, കറണ്ട് അഫേഴ്സ്, സ്റ്റാറ്റിക് GK, ഇതെല്ലാം പഠിക്കണം. പഠിക്കുന്നതിന്റെ കൂട്ടത്തില് നമുക്ക് പ്രീവിയസ് ഇയർ ഷിഫ്റ്റ് അനാലിസിസ് നോക്കുവാണെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആ ഏരിയക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയില ഡാൻസ് ഫോം ഈസ് പെർഫോംഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഷിഫ്റ്റ് അനാലിസിസ് ഞാൻ പറഞ്ഞായിരുന്നു. എന്ത് പഠിക്കണം? ഡാൻസ് ഫോം പേഴ്സണാലിറ്റീസിനെ കംപ്ലീറ്റ് പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു എക്സാം ട്രെൻഡ് അനുസരിച്ച്, ഇപ്പൊ കഴിയുന്ന CGL പോലും അനുസരിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് നന്നായിട്ട് നോക്കിക്കോട്ടോ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര്, സെൻസസ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സെൻസസ്, ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസ് ഫോംസ്, ഈ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രീവിയസ് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്ത്, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും സെൻസസിന്റെയും ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസ് ഫോമിന്റെയും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് എല്ലാവരുടെയും പേരുകൾ പഠിക്കുക കേട്ടോ. എന്തായാലും ഒരു മാർക്ക് ഷുവർ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞില്ലല്ലോ. സെയില ഡാൻസ് ഫോം എവിടെയാ? സെയില ഡാൻസ് ഫോം ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? സെയില ഡാൻസ് ഫോം ഛത്തീസ്ഗഡില്. അപ്പൊ ഛത്തീസ്ഗഡിലെ വേറെ 2 ഡാൻസ് ഫോം ഉണ്ട്. ഗൗർ എവിടെയാണ്? ഗൗർ ഛത്തീസ്ഗഡിലാണ്. ദഗ്ല എവിടെയാണ്? ദഗ്ലയും ഛത്തീസ്ഗഡിലാണ്. അതുപോലെ തന്നെ റൗട്ട്നാച്ച എവിടെയാണ്? റൗട്ട്നാച്ചയും ഛത്തീസ്ഗഡിലാണ്. ഗൗര്, ദഗ്ല, റൗട്ട്നാച്ച 3 എവിടെയാ? ഛത്തീസ്ഗഡിലാണ്. അപ്പൊ സെയില ഡാൻസ് ഫോം ഛത്തീസ്ഗഡ്, ഗൗർ ഛത്തീസ്ഗഡ്, ദഗ്ല ഛത്തീസ്ഗഡ്, റൗട്ട്നാച്ച ഛത്തീസ്ഗഡ്, 3 എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് സെക്രീറ്റഡ് ബൈ ദ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? മെലാറ്റോണിൻ. മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? പീനിയൽ ഗ്ലാൻഡ്. അപ്പം ഇങ്ങനത്തെ ഓരോ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ വൈറ്റമിൻസ് കംപ്ലീറ്റ് പഠിക്കണം. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി, ഡിസീസ്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ ബയോളജിന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ പീനിയൽ ഗ്ലാൻഡ്. അപ്പൊ മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്ത ഏത് ഗ്ലാൻഡ് ആണ്? അത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നതോ? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ് കേട്ടോ. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, which of the following temples is located in ശ്രീലങ്ക? അപ്പൊ ശ്രീലങ്കയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ടെമ്പിൾ ഏതാണ്? ശ്രീലങ്കയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ടെമ്പിൾ മുന്നേശ്വരം ടെമ്പിൾ. അപ്പൊ ശ്രീലങ്കയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ടെമ്പിൾ ആണ് ഏത്? മുന്നേശ്വരം ടെമ്പിൾ. മുന്നേശ്വരം ടെമ്പിൾ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു? ശ്രീലങ്കയിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ശ്രീലങ്കയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ടെമ്പിൾ ആണ് ഏത്? മുന്നേശ്വരം ടെമ്പിൾ. ഓക്കെ ആണോ? Then Muhammad bin Tughlaq used token currency to pay his soldiers, which was made out. അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് യൂസ് ചെയ്യുന്നു? ടോക്കൺ കറൻസീസ്, അയാളുടെ സോൾജേഴ്സിനെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കൺ കറൻസി യൂസ് ചെയ്തിരുന്നു. ഇത് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇത് ചീപ്പ് മെറ്റൽസ് കൊണ്ടായിരുന്നു എന്ത് മെയ്ഡ് ചെയ്തിരുന്നത്? ടോക്കൺ കറൻസി മെയ്ഡ് ചെയ്തിരുന്നത് എന്ത് വെച്ചിട്ടായിരുന്നു? ചീപ്പ് മെറ്റൽസ് വെച്ചിട്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പൊ തൊട്ടടുത്ത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, നമ്മുടെ മോഹൻജദാരോ ഇല്ലേ, മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, ഗ്രേറ്റ് ബാത്ത് അറിയാലോ. ഇതിന്റെ ഷേപ്പ് ചോദിച്ചിരുന്നു. എന്താണ്? റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. ക്വസ്റ്റ്യൻ കണ്ടോ? അങ്ങനെ നല്ല ഡെപ്തിലാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഷേപ്പിലായിരുന്നു, റെക്ടാങ്കുലർ ഷേപ്പില്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ put which bank under moratorium in November 2020? അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മൊറട്ടോറിയം ഏർപ്പെടുത്തിയത് ഏത് ബാങ്കിനാണ്? ലക്ഷ്മി വിലാസ് ബാങ്ക്. ഏത് ബാങ്കാണ്?
ലക്ഷ്മി വിലാസ് ബാങ്ക്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.